നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇന്ന് എൻ്റെ ചാനലിലെ തലവാചകം പോലെ തന്നെ ഒരു ദിവ്യ പുരുഷനെക്കുറിച്ചാണ്. അത് പറയാനുള്ള കാരണം തുടർന്ന് പറയാം. അവതാരങ്ങൾ പലരും നമുക്ക് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് പല അവതാരങ്ങളും ജനിച്ചിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന പല നല്ല വ്യക്തികളെ ചിലർ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. നമ്മളിത് കണ്ടുവരാറുള്ളൊരു പ്രതിഭാസമാണത്. ആരെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് രീതിയിൽ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് ഇന്നല്ല, മുമ്പുണ്ട്. അതിന് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനമായാലും ശരി, മുഹമ്മദ് നബിയുടെ ജനനമായാലും ശരി, നമ്മൾ അവതാരങ്ങളിലായാലും ശരി, അത് കാലത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ പറയും. ഭ്രാന്താണെന്ന് വരെ പറയും. നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ, ബൈബിളിൽ പലതും ജീസസ് ക്രൈസ്റ്റിന് എന്തുമാത്രം പീഡനങ്ങളായിരുന്നു, പ്രവാചകനായ മുഹമ്മദ് നബിക്ക് എന്തെല്ലാം പീഡനങ്ങളായിരുന്നു, നമ്മുടെ അവതാരങ്ങളിലെല്ലാം പീഡനങ്ങളായിരുന്നു. ഓരോ ജന്മങ്ങളും എന്തിനായിരുന്നു മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്തതെന്നുള്ളതാണ് നമ്മൾ പല പുസ്തകങ്ങളിലൂടെ അറിയാൻ ഇടയാവുന്നത്. ഞാൻ ഈയിടെ പത്രാപുരത്ത് ഗാന്ധി ഭവൻ, നമ്മുടെ ഡോക്ടർ സോമരായ സാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഈയിടെയല്ല, ഞാൻ കൊറോണയ്ക്ക് മുമ്പ് പോയിരുന്നു. പറഞ്ഞാൽ അവിടെ അന്തേവാസികളായിട്ട് നമ്മുടെ പല ഭാഗത്തുള്ള നാനാജാതി മതസ്ഥരും അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ, അദ്ദേഹത്തിൻ്റെ വളരെ വിശാലമായ മനസ്സുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ള അത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ ഈ അടുത്ത കാലത്ത് പോയ സംഭവത്തിന് മുമ്പ് ഒരു രണ്ടര വർഷത്തിന് മുമ്പ് അവിടുത്തെ അന്തേവാസിയായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ അന്തേവാസിയാണ്. കാരണം അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത് തന്നെ ഒരു പ്രത്യേക ഒരു മുഹൂർത്തത്തിലാണ്. അവിടെ വെച്ചാണ് നമ്മുടെ അഭിനേതാവ് ടി പി മാധവൻ, അദ്ദേഹം അന്തരിച്ചത് അവിടെയാണ്. അദ്ദേഹം ഒരു തിരുവനന്തപുരത്തെ ഒരു ജമ്മി കുടുംബത്തിൽ ജനിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം കൽക്കട്ടയിൽ ഉദ്യോഗസ്ഥനായി പോയി. നല്ല ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ഒട്ടനവധി സിനിമകൾ എടുത്ത ആളായിരുന്നു. മധു സാറിൻ്റെ പണ്ട് പ്രിയ എന്ന സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോൾ അത് നായികയെ കണ്ടെത്തി കൊടുത്തത് ഈ ടി പി മാധവൻ ആളായിരുന്നു. മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയുടെ ആദ്യകാലത്ത് ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അദ്ദേഹത്തിന് മകനൊക്കെ സിനിമയിൽ തന്നെയാണ്. ഒടുവിൽ മകനും ഭാര്യയും തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആക്ഷേപമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അവരെല്ലാം പങ്കെടുത്തു. അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ആളായതുകൊണ്ടാണ് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാം എന്ന് കരുതിയ ആളാണ്. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. എത്ര ഭക്തിയോട് ജീവിച്ചാലും ശരി, നമ്മളിത് മനുഷ്യനല്ലേ, ഈശ്വരന്മാർ വരെ കിടപ്പായിട്ടുണ്ട്, അറിയാമല്ലോ. ഒരാൾ വെള്ളമെടുത്തിരാൻ ഒരാൾ വേണം, അത് അത്യാവശ്യമാണ്. അവസാന കാലത്ത് അങ്ങനെ ആരെങ്കിലും വേണമല്ലോ. ഒരു ദിവസം നമ്മുടെ സോമരായ സാറ്, അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞാൽ മറ്റോ പോകുമ്പോൾ വഴിയരികിലൊരു വൃദ്ധനായ ആളിനെ കാണുകയും അദ്ദേഹം കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. 1 ആയി, പിന്നെ 2 ആയി, പിന്നെ 3 ആയി. അദ്ദേഹത്തിന് സ്വന്തം ചിലവിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, ശുശ്രൂഷിച്ചു. അദ്ദേഹം താമസിക്കുവാൻ ഇടം കണ്ടെത്തി. പിന്നെ പലരും അശരണരായിട്ട് അദ്ദേഹത്തെ സമീപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതായത് അവർക്കും ആ അമ്മയ്ക്ക് ഒരു വലിയ മനസ്സ് വേണം, അതല്ലെങ്കിൽ പറ്റുമോ? പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകം താമസിപ്പിക്കാൻ വാടകയ്ക്ക് വീടെടുത്ത് താമസിപ്പിച്ചു. യഥാസമയങ്ങളിൽ ഭക്ഷണം കൊടുത്തു. അങ്ങനെ മെല്ലെ മെല്ലെ ആ പ്രസ്ഥാനം ഇന്ന് 1300 അന്തേവാസികളാണ് അവിടെ. നാനാജാതി മതസ്ഥരായ ആൾക്കാരാണ് ജീവിക്കുന്നത് അവിടെ. വൈദ്യം, പിന്നെ ആഹാരം, പഠനം, ലൈബ്രറി ഒക്കെ ഉണ്ട്. ഞാനവിടെ അതിശയിച്ചു പോയി. അതിനകത്ത് തന്നെ നമ്മുടെ ഗാന്ധി ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് തന്നെയുണ്ട്. ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞു വരുന്ന ചന്ദ്രമോഹൻ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ചന്ദ്രമോഹൻ എത്ര സിനിമകൾക്ക് ഡബ്ബ് ചെയ്യുന്നറിയോ? 2000-ൽ പരം സിനിമകൾക്ക് അദ്ദേഹം ശബ്ദം നൽകിയ ആളാണ്. 2000-ൽ പരം എന്ന് പറയാൻ കാരണം മലയാളം മാത്രമല്ല, തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെ ഡബ്ബ് ചെയ്തിടുമല്ലോ. അപ്പോൾ ചിരഞ്ജീവിക്കൊക്കെ ഡബ്ബ് ചെയ്ത പുള്ളിയാണ്.
പിന്നെ തമിഴിൽ പണ്ട് മോഹൻ എന്നൊരു നടനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത് പുള്ളിയാണ്. പിന്നെ എൻ്റെ സിനിമയിൽ തന്നെ അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക്, ഒരു കാലത്ത് ശങ്കറിൻ്റെ ശബ്ദം ഈ ചന്ദ്രമോഹൻ്റെ ആയിരുന്നു, പിന്നെ റഹ്മാൻ്റെ ശബ്ദം, ദേവൻ്റെ ശബ്ദം, പിന്നെ ഒരുപാട് കൂടുതൽ ചെയ്തിട്ടുള്ള പുള്ളി ശങ്കരനാണ്. പിന്നെ ഒരു കാലത്ത് ന്യൂഡൽഹി എന്നുള്ള സിനിമ വരെ സുരേഷ് ഗോപിക്ക് ഡബ് ചെയ്തത് ഈ ചന്ദ്രമോഹനാണ്. ഇന്ന് ആ ചന്ദ്രമോഹൻ അവിടുത്തെ അന്തേവാസിയാണ്. അന്തേവാസി വെച്ചിട്ട് പുള്ളിക്കാരൻ അവിടുത്തെ പ്രത്യേക ജോലി കൊടുത്തിട്ടുണ്ട്, മിടുക്കനാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് പുള്ളി ഇപ്പം. അതായത് ആ ഗാന്ധിഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക അതിനകത്ത് എല്ലാം ഉണ്ട്. അവിടെ പോയി കാണണം. സമയങ്ങളിൽ സമയാസമയം ആഹാരം, പിന്നെ പ്രാർത്ഥന എല്ലാം ഉണ്ട്. അതിന് ഇപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ അവിടെ ശ്രീദേവി എന്നൊരു ആളുണ്ട്, അവിടുത്തെ ഈ സ്റ്റാഫാണ്. അവരുടെ സമീപനമൊക്കെ നല്ലതാണ്. കാരണം സാർ, നമുക്ക് നമ്മുടെ യൂസുഫ് അലി സാഹിബ് ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ആ കെട്ടിടം കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് കാണിച്ചു. അന്ന് ഉദ്ഘാടനം നടന്നിട്ടില്ല, കൊറോണയ്ക്ക് മുമ്പാണ്. അവിടെ ഓരോ സ്ഥലവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം ഇന്ന സ്ഥലങ്ങളൊക്കെ. അതിന് സംഭാവന നൽകിയത് അന്ന് ഒരു മഹാമനസ്കനായ നമ്മുടെ യൂസുഫ് അലി സാഹിബാണ്. 13 കോടി രൂപ. അതൊക്കെ അദ്ദേഹം വേറെ അതൊരു അവതാരമാണ്. പക്ഷെ നമ്മൾ അവതാരം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് സോമരായ സാർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ സൂക്ഷിച്ചപ്പം യൂസുഫ് അലി സാഹിബ് ചൂണ്ടിക്കാണിച്ചു. ഞാനത് ഇതിൽ കണ്ടതാണ്. വേണ്ട അങ്ങനെ വെക്കരുത്. കാരണം പ്രാർത്ഥനയൊക്കെ ദൈവത്തിനാണ്, മനുഷ്യനെ അങ്ങ് പ്രാർത്ഥിക്കരുത്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ടും ഇത്രയും അറിയപ്പെടുന്നൊരു വ്യക്തിയെ ഫോട്ടോ അവിടെ വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പുള്ളി ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറയില്ല സാറേ, സാറിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മാറ്റിവെക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോയതെന്ന് വെച്ചാൽ ചന്ദ്രമോഹൻ്റെ ക്ഷണപ്രകാരം അവിടെ പോയത്, അവിടെ ഓരോ പ്രത്യേക വ്യക്തികളെ കൊണ്ട് 1000 പേരുടെ സംഗമം വേണം, ഓരോരുത്തരുടെ പ്രസംഗം. നമ്മളുടെ ഒരു ആശംസാ പ്രസംഗത്തിനാണ് അങ്ങനെ എന്നെ ക്ഷണിച്ചതാണ്. ഇനി ഞാനും അവിടെ പോകാൻ വേണ്ടി ഒരു മുഹൂർത്തം കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് നല്ലൊരു അവസരം വീണ് കിട്ടി. അന്ന് ചന്ദ്രമോഹൻ്റെ കൂടെ അവിടെ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയും അവിടെ അന്ന് ഉണ്ടായിരുന്നു, പാലത്തങ്കം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അമ്പിളി എന്നാണ്. അമ്പിളി നമ്മുടെ ഭാഗ്യലക്ഷ്മിയോടൊപ്പവും ആനന്ദവല്ലിയോടൊപ്പവും ശ്രീജിയോടൊപ്പമൊക്കെ ഡബ് ചെയ്ത ഒരു നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അമ്പിളി, പാലത്തങ്കത്തിൻ്റെ മകൾ. അവരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. 2 മക്കൾ, ഒരു ബിന്ദു, ഒന്ന് രശ്മി എന്നാണ്. ഒരു മകള് SBIയിലും ഒരു മകള് ICICI ബാങ്കിലുമാണ് ഉദ്യോഗസ്ഥരാണ്. അവർ നല്ല രീതിയിൽ കഴിയുന്നു. ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു, അടുത്ത മകളുടെ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എങ്കിലും പുള്ളി എന്താ വെച്ചാൽ മറ്റാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പ്രായത്തിൽ ഇപ്പം ഡബ്ബിങ്ങൊക്കെ ഇപ്പം മദ്രാസിനൊക്കെ പല പഴിക്കൊക്കെ ആയിപ്പോയി. മിക്ക അഭിനേതാക്കളും ഇപ്പോൾ അവരവരുടെ ശബ്ദമാണ് കൊടുക്കുന്നത്, അതാണ് നല്ലതും. അല്ലെങ്കിൽ കാരണം ഇപ്പോൾ റഹ്മാനോട് തന്നെ പറഞ്ഞു, ഇനി റഹ്മാൻ മലയാളം ഫ്ലുവൻ്റ് ആയില്ലേ ഡബ് ചെയ്തൂടെ. ശങ്കർ ഇപ്പം സിനിമ മാറി, പുള്ളിയുടെ സിനിമ ഡയറക്ഷനിലേക്ക് മാറി. പിന്നീട് ഡബ്ബിങ് പടങ്ങൾ വരുന്നതൊക്കെ റയറായി. ഇപ്പോൾ പുതിയ ശബ്ദങ്ങൾ വരെ വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ അങ്ങനെയാണ് ഇവിടെ ഈ ഗാന്ധി ഭവനിൽ എത്തിപ്പെടുന്നതും അവിടുത്തെ ഒരു അന്തേവാസിയാവുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നതും. ഇപ്പോൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ GM ഉണ്ട്, നമ്മുടെ സോമനായ സാറിൻ്റെ അനിയനാണ്, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതും എല്ലാം. അങ്ങനെ ഞാൻ അന്ന് അവിടെ പോയിരുന്നു, എല്ലാ സ്ഥലവും എന്നെ കാണിച്ചു. അവിടുത്തെ കിച്ചണൊക്കെ ഭയങ്കര ഏറ്റവും ഹൈടെക്കാണ്. സാധാരണ ഭക്ഷണം ഓരോ ആൾക്കാരോ ഹൈടെക് മിഷനിലൊക്കെയാണ് ഫുഡ്. ലഞ്ച് എല്ലാവർക്കും കറക്റ്റായിട്ട് ആഴ്ചയിൽ 1-2 ദിവസം നോൺ വെജ് ഉണ്ട്. എവരിത്തിങ്സ് ദെയർ, എല്ലാം ഉണ്ട് അവിടെ. നല്ല രീതിയിൽ വായന, പാട്ട് എല്ലാം ഉണ്ട്. ആളുകൾക്ക് എന്തെല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള സന്ദർഭം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അന്ന് ഞാനവിടെ പോയിട്ട് വരുമ്പോൾ എൻ്റെ വൈഫിനോട് ഞാനിതെല്ലാം പറഞ്ഞിരുന്നു. ഒരു പ്രത്യേകിച്ച് നമ്മളും വയസ്സൊക്കെ ആകുമ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മളും അവിടെ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിരിച്ചത് എന്താന്ന് പറഞ്ഞ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ അശ്രദ്ധരല്ല എന്ന്. എനിക്ക് 3 മക്കളാണ്. അവരുടെ സന്തോഷവും സാമീപ്യവും അവരുടെ പേരമക്കളുമായിട്ട് ജീവിക്കുന്ന സന്തോഷം വേറെയാണ്. അതില്ലാത്തവർക്കാണ് ഇങ്ങനെ ഒരു സമയം. കാരണം അവളൊരു പേരമക്കളെന്നോ മക്കളൊന്നും ഇല്ലെങ്കിലും അത് വിഷമം തോന്നില്ല. ആ രീതിയിലാണ് അവിടുത്തെ രീതി. എല്ലാം എപ്പോഴും ടൈം പാസിംഗ് ഉണ്ട്. അങ്ങനെ ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അങ്ങനെയാണല്ലേ. എൻ്റെ വൈഫ് ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൽ പടം വരയ്ക്കുന്നത് മാത്രമല്ല, മദ്രാസിൽ ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. ചെറിയാൻ പ്രദേശിൽ നമ്മുടെ സാലു ജോർജ് ക്യാമറമാൻ്റെ മുത്തച്ഛനാണ് അവിടുത്തെ ചെറിയാൻ പ്രദേശിലെ ഉടമസ്ഥർ. അവർ ആ ഫാമിലിയുള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ ഓയിൽ പെയിൻറ്റിങ് നടത്തുന്ന ആൾ ഒരു ആർട്ടിസ്റ്റിൽ ഒരാൾ എൻ്റെ വൈഫായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു. മദ്രാസിൽ കുറേ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് നിർദ്ദേശം വെച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇത്രയും കോടികൾ മുടക്കി ഒരു സംഭാവന ചെയ്ത യൂസുഫ് അലി സാഹിബിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്രിയേഷന് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി പ്രത്യേക രീതിയിലുള്ള ക്രിയേച്ചറുണ്ട്, ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് എന്നോട് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്താ ചെയ്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ സോമരായ സാറില്ലേ, സോമരായ സാറിനെ കൂടെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ, അങ്ങനെ സാറിൻ്റെ ഫോട്ടോ കിട്ടാൻ ബുദ്ധിമുട്ട്, ക്ലോസപ്പിൽ കിട്ടണ്ടേ. പിന്നെ ഞാൻ ഒരു ഫോട്ടോ സംഘടിപ്പിച്ചു. സോമരായ സാറിൻ്റെ പഴയ ഫോട്ടോ കിട്ടിയത്, പുതിയ കിട്ടി, ഇപ്പോഴത്തെ കിട്ടിയില്ല. അദ്ദേഹം ഓടിച്ചാടി നടക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് പുള്ളി സൗദിയിലോടൊക്കെ പോയിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി 2 ഫോട്ടോകൾ ഇങ്ങനെ സീക്വൻസിൽ ചെയ്തു. അത് കൊടുക്കാനായിട്ട് ഞാൻ ചന്ദ്രമോഹനെ വിളിച്ച് പറഞ്ഞ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞാനും വൈഫും കൂടി അവിടെ പോയി. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പ് വെച്ചിട്ട് എൻ്റെ ഭാര്യയെയും എന്നെയും കുറിച്ച് പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി. ഞങ്ങൾ ഈ ഫോട്ടോ എൻ്റെ വൈഫിൻ്റെ കൈകൊണ്ട് സാറിന് കൊടുക്കാൻ സാറിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സാറെന്ന് പറഞ്ഞ് ഞാനിത് യൂസുഫ് അലി സാഹിബിനെ അറിയിക്കും എന്തെങ്കിലും, കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമേ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ആലോചിച്ചു വെച്ചാൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, യൂസുഫ് അലി സാഹിബിനെ ഇഷ്ടപ്പെടത്തില്ല, ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും നമ്മൾ പറഞ്ഞു പോകും. ഓരോ അവതാര പുരുഷന്മാർ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ ഇത്തരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്തരം ആളുകളിൽ കൂടെ നമ്മൾ ഈ സാമീപ്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നു. അതിൽ നേരിട്ട് കണ്ട കാഴ്ചകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഗ്രാമം ആന്ധ്രാപ്രദേശത്തിൽ, ഒരു കുഗ്രാമത്തിൽ ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുമ്പ് വരണ്ട ഭൂമി, ജനവാസം ഇല്ല എന്ന് തന്നെ പറയാം. ജലം അവിടെ അടുത്തൂടെ പോയിട്ടില്ല, ഗതാഗതമില്ല, ഒന്നുമില്ല. ആ കാലത്ത് മറ്റോ ഒരു തീവണ്ടി പോയപ്പോൾ പെരുമ്പാമ്പ് വരുന്നേ എന്ന് ഭയന്ന് ഓടിയ ജനങ്ങളാണ് ഉണ്ടായിരുന്ന ഈ പുട്ടപർത്തി എന്ന് പറയുന്ന സായി ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു അത്ഭുത ബാലൻ ജനിച്ചു അന്ന്. ആ അത്ഭുത ബാലനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ടൈറ്റിലിൽ ഞാൻ പറയുന്നത്. സത്യസായി ബാബ. അദ്ദേഹം ജനിച്ചപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്മാർ ജനിക്കുന്നത് പ്രവാചകനായിട്ടല്ല, അവരുടെ ചില അത്ഭുത സിദ്ധികൾ ജനങ്ങൾക്ക് അറിയുമ്പോൾ അയാളെന്തോ മാജിക് കാണിക്കുന്നു, അയാളെന്തോ സ്വയം പുകഴ്ത്തുന്നു എന്നൊക്കെ ജനങ്ങൾ പറയും. പക്ഷേ ഈ അവതാര പുരുഷൻ അവതാരമാണെന്നുള്ളത് അറിയുന്നത് അവരുടെ മരണശേഷമായിരിക്കും മിക്കവാറും. എന്നാൽ അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന അത്ഭുതങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടും ചെയ്തു തരുന്ന ഈ സോമരായ സാറിനെ പോലെ, ഈ മുഹമ്മദ് അലി സാഹിബിനെ പോലെ, മാതാ അമൃതാനന്ദമയെ പോലെ, ഈ പേരെടുത്ത് പറയുകയാണെങ്കിൽ അനവധി ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ സത്യസായി ബാബയുടെ ജനനം എന്നൊരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. ആ സായി ബാബയുടെ ആ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആ പ്രവർത്തികൾ നമുക്കൊന്ന് കാണാൻ, നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ പുസ്തകങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മുടെ പുട്ടപർത്തി സായി ബാബ, അദ്ദേഹം 1926 നവംബർ മാസം 23-ാം തീയതിയാണ് ഭൂജാതനായത്. പുട്ടപർത്തി എന്ന കുഗ്രാമത്തിൽ. ഇന്ന് പുട്ടപർത്തി എന്നുള്ള ആ ഗ്രാമം, കുഗ്രാമം എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ ആക്ഷേപിക്കും. 80 വർഷങ്ങൾക്ക് മുമ്പുള്ള കുഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നവിടെ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഭയങ്കര ടൗൺഷിപ്പായി മാറിക്കഴിഞ്ഞു. അത്രയ്ക്കും ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടായി? ഇതേ ഒരു മനുഷ്യനെ കൊണ്ട്, ഈ പുട്ടപർത്തി സായി ബാബയുടെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടുമാണ് ഇങ്ങനെ ഈ സാധനങ്ങൾ വന്നിട്ടുള്ളത്. അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇപ്പോഴും ജനങ്ങളുടെ ഒഴുക്ക്, ലോകരാജ്യങ്ങളുടെ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ആ ഭൂപടത്തിൽ പുട്ടപർത്തി എന്ന സ്ഥലം ഇന്ന് ഇടം പിടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം. നമ്മൾ അതിശയിച്ചു പോകും. ഞാനിങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാനിതും. ഈ പത്തനാപുരത്ത് ഗാന്ധിഗ്രാമം സന്ദർശിക്കാൻ പോയപ്പോഴാണ് ഞാനിതും എന്തുകൊണ്ട് പുട്ടപർത്തി സായി ബാബയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചുകൂടാ, ആലോചിച്ചുകൂടാ. അതുവരെ അതിനുമുമ്പേ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ശങ്കർ നായർ സാറിനോട് വർക്ക് ചെയ്യുമ്പം ഞങ്ങളുടെ ക്യാമറാമാൻ ജെ വില്യംസ് എന്നുള്ള ആളായിരുന്നു. അപ്പോൾ സാറ് പലപ്പോഴും ചില ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് എന്നെ വിട്ടിട്ട് പോകും. സാറിൻ്റെ പ്രത്യേക ചില ഡിസ്കഷന് പോകുമ്പം ഞാനും അങ്ങനെയൊക്കെയാണ്. എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ എക്സ്പീരിയൻസ് അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് ചില ഷോട്ടുകൾ എടുക്കാൻ വിട്ടിട്ട് നമ്മൾ ചിലപ്പം വേറെ സ്ഥലത്തേക്ക് പോകും. അത്ര ഏബിളായിട്ടുള്ള ആൾക്കാരാകുമ്പോഴങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചില ഷോട്ടുകൾ എടുക്കുമ്പോഴത്തേക്ക് വില്യംസ് പറയും, വില്യംസിന് ഇഷ്ടമാണ്. പിന്നെ വേറൊന്ന്, ഡയറക്ടർ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ കുറച്ചുകൂടെ കഴിവുകൾ കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഇംഗ്ലീഷ് പടത്തിൽ കണ്ട ആ ഷോട്ടുകളൊക്കെ നമ്മൾ നമുക്ക് ഇതിൽ പ്രാവർത്തികമാക്കാമെന്ന് വെച്ചിട്ട് അത്ര ചെയ്യും. കാരണം ഈ പണ്ട് പറയല്ലോ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ കുറച്ച് നമ്മൾ സാമർത്ഥ്യം കാണിക്കാനും ഡയറക്ടറിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ കഷ്ടപ്പെടും.
അതൊക്കെ ഇംഗ്ലീഷ് പടങ്ങളെ കണ്ടുമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് കണ്ട് പഠിച്ച് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് വേണം. അതിൽ അപാര കഴിവുള്ള ആളാണ് നമ്മുടെ ഡയറക്ടർ പ്രിയദർശൻ, പിന്നെ ഡയറക്ടർ ജോഷി ഇംഗ്ലീഷ് പടം ഒന്നും ഇവിടെ കാണുന്നതാണ്. പക്ഷേ അത് ചൂഷണം എന്ന് പറയില്ല, നമ്മൾ പഠിക്കുന്നതാണ്. പലരും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നു. നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ നല്ല നല്ല വേൾഡ് ക്ലാസിക്കുകൾ നമ്മൾ കണ്ട് പഠിക്കും. ഇപ്പം തന്നെ ഡിസംബറിൽ എല്ലാ വർഷവും ഡിസംബർ മാസം നമുക്ക് ലോക ക്ലാസിക്കൽ കാണാനുള്ള അവസരം നമുക്കുണ്ടല്ലോ. 10 ദിവസം നീണ്ട ഒരു ചരിത്രമേള തന്നെ ഉണ്ടല്ലോ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് വിവിധ തിയേറ്ററുകളിൽ. അതൊക്കെ ഞാൻ മുമ്പൊക്കെ സ്ഥിരം പോകുമായിരുന്നു. ഇപ്പം ചില സമയത്ത് പോകാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പഠന വിഷയമായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മളിങ്ങനെ ഓരോന്ന് വായിച്ച കൂട്ടത്തിൽ ഞാൻ ആലോചിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയത്. അങ്ങനെ ഞാൻ ജെ വില്യംസ് എൻ്റെ ക്യാമറാമാൻ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ സാജ നമുക്ക് ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അല്ല എനിക്ക് കുറച്ചാളുടെ മോഹമാണ് ഒരു പടം ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വില്യംസിൻ്റെ പ്രാവീണ്യം തെളിയിക്കുന്നത് സാധാരണ നോർമൽ സിനിമകളല്ല. പുള്ളിക്കാരന് എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഷോട്ട്സ് എടുക്കണം. സത്യം പറഞ്ഞ് ശരിക്കും കുരങ്ങന്മാരെ പോലെ എന്ന് പറയാം. മരത്തിൻ്റെ മുകളിൽ ട്രോളി ഇട്ട് ഷോട്ട് എടുക്കുന്ന ആളാണ് ഇദ്ദേഹം. പണ്ട് മദനോത്സവത്തിൽ സെരണാബ് ഈ മലർ കന്യയ്ക്ക് ഈ മലർ കന്യകൾ മാരണം നേദിക്കും സ്നേഹം എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ സെരണാബ് ഊഞ്ഞാലാടുമ്പോൾ കമലഹാസനാണ് ആട്ടി വിടുന്നത്. അങ്ങനെ പോകുമ്പം വില്യംസിൻ്റെ ഐഡിയ അന്ന് ഇവിടെ നിന്ന് കൊടൈക്കനാൽ ഷൂട്ടിങ് ഈ ചില ഷോട്ടുകൾക്ക് വേണ്ടി മാത്രം ക്രൈൻ കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ മദ്രാസിന് ക്രൈൻ കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോകണം. ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ ക്രൈൻ കൊണ്ടുപോകാം. അത് വെറുതെ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാം. ഇന്നിപ്പം യൂണിറ്റുമാരെ പോലെ തന്നെ ക്രൈനുണ്ട്, ചെറിയ ക്രൈനുണ്ട്, വലിയ ക്രൈനുണ്ട്, ജിന്നി ജിപ്പുണ്ടെല്ലാം ഉണ്ട്. ഇന്നത്തെ സൗകര്യമില്ല അന്ന്. അത് അഡീഷണൽ പേയ്മെൻറ്റ് എടുത്ത് കൊണ്ടുവരണം. അപ്പം വില്യംസ് എന്ന് ചോദിച്ചാൽ ആ ഷോട്ട് എടുക്കാൻ ഊഞ്ഞാലെല്ലാം മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അയാളെ പാദങ്ങളിൽ കാല് കെട്ടിയിട്ട് ഒപ്പം ആടി വീഴുന്നു, ക്യാമറ കയ്യിൽ. ക്യാമറ അസിസ്റ്റൻ്റ് പേടി, കാരണം വീണ് പോയാൽ ഉത്തരവാദിത്തം ആർക്കാണ്? അതായത് ഔട്ട്ഡോർ യൂണിറ്റിൽ ക്യാമറ വിശ്വസനീയമായിട്ട് കൊടുത്തേക്കുന്നത് ഈ ക്യാമറ അസിസ്റ്റൻസിൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് ഫോക്കസിങ് അസിസ്റ്റൻ്റ്, അദ്ദേഹമാണ് പൂർണ്ണ ഉത്തരവാദിത്വം. സ്വന്തം കുഞ്ഞുങ്ങളെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന മാതിരിയാണ് ടവലിൽ പോയിന്നൊക്കെ ഈ ക്യാമറ അസിസ്റ്റൻസ് കൊണ്ടു നടക്കുന്നത്. ആ ക്യാമറയാണ് വില്യംസ് കയ്യിൽ വാങ്ങിയിട്ട് ഊഞ്ഞാലിനോടൊപ്പം ആടുന്നത്. കയ്യിൽ നിന്ന് വിട്ടുപോയി എത്ര ലക്ഷം രൂപയാണ്. അതൊക്കെ എങ്കിലും തിരിച്ചു വല്ലതും പറഞ്ഞാൽ വില്യംസ് ചീത്ത വിളിക്കും. അങ്ങനത്തെ പ്രകൃതമാണ്. എങ്കിലും ഒന്നും സംഭവിക്കില്ല, അത്ര കോൺഫിഡൻ്റ് ആണ് പുള്ളി. ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞു, വില്യംസിൻ്റെ ഈ ടാലൻ്റ് അനുസരിച്ച് എടുക്കാനുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ എന്നോട് പോൾ വെങ്ങാൽ എന്നൊരു നടനുണ്ട്, പണ്ട് കോമഡിയൊക്കെ ശശികുമാർ സാറിൻ്റെ പടത്തിൽ സ്ഥിരം കോമഡി ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം എന്നോട്, ഞാൻ തമ്പുരാട്ടി എന്നൊരു പടം ശങ്കരൻ നായർ സാറിൻ്റെ വർക്ക് ചെയ്യുമ്പം ഞാൻ അസോസിയേറ്റാണ്. ഞങ്ങൾ തമ്പുരാട്ടി, ഞങ്ങൾ അവിടെ കൊല്ലംകോട് പാലസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ താമസിക്കുമ്പം ഒരു ദിവസം പുള്ളി ഇങ്ങനെ വൈകുന്നേരമൊക്കെ എൻ്റെ റൂമിൽ വരും. വൈകുന്നേരങ്ങൾക്ക് സമയം പോകണമല്ലോ. അപ്പോൾ അദ്ദേഹം എന്നിട്ടൊരു കഥ പറഞ്ഞായിരുന്നു, ഒരു യക്ഷിക്കഥ. അത് യക്ഷിക്കഥ യഥാർത്ഥ യക്ഷിയല്ല, അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കൊലപാതകം. ഒരു ചെറുപ്പം നമ്മുടെ തമിഴിൽ അഭിനയിച്ച മോഹനില്ല, മോഹനായിരുന്നു അന്ന് ഒരു പ്രത്യേക പേരിൽ നമ്മുടെ പേര് വരാനായിട്ടാണ് അഭിനയിച്ചത്, ഹീറോ ആയിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട്. അതിൻ്റെ പടത്തിൻ്റെ പേര് മദാലസ. മോഹൻ, വൈ വിജയായിരുന്നു നായിക. അപ്പം ഇതേ ആ കഥ പ്രത്യേകിച്ച് ഒരു പണക്കാരൻ പയ്യനെ അവിടുത്തെ ജോലിക്കാരിയായ വൈ വിജയ എന്ന് പറഞ്ഞ അവളുടെ അനിയത്തിക്ക് കണ്ണ് കാണാൻ മേല, ബേബി സുമതി അഭിനയിച്ചത്. ആ കുട്ടിക്ക് ഓപ്പറേഷൻ ഒരുപാട് പണം വേണം, അതിന് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ അവരെന്ത് ചോദിച്ചാൽ ബ്ലാക്ക് മെയിൽ ഈ പയ്യനെ. അവർ ഇപ്പോഴത്തെ നമ്മളെ കണ്ടില്ലേ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ മാതിരി, ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞ മാതിരി പേടിപ്പിച്ച് ചില ആൾക്കാരെ കൊണ്ട് പണം തട്ടുന്ന സംഭവമില്ല. ആ കാലത്ത് ഈ വേലക്കാരിയായിട്ടുള്ള സ്ത്രീ ഈ മോഹനെ കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യിക്കും. അയാളാണെങ്കിൽ ഗത്യന്തരമില്ലാതെ, കാരണം അവിടെ അമ്മ അറിഞ്ഞാലോ ആരെങ്കിലും അറിഞ്ഞാലോ മോശമല്ലേ, നല്ല പഠിക്കുന്ന പയ്യനാണ്. അങ്ങനെ ഇവനെ കൊണ്ട് എത്രത്തോളം പൈസ ഊറ്റാമോ ഈ വൈ വിജയ ഊറ്റും വെച്ചാൽ അതിൽ ന്യായീകരണമുണ്ട്. അനിയത്തിൻ്റെ കണ്ണ് ഓപ്പറേഷനാണ്. അങ്ങനെയാണ് ഈ വൈ വിജയ കല്യാണം കഴിക്കാൻ പോകുന്നൊരു ഉഡ്ബി എന്ന് പറഞ്ഞ ലോറി ഡ്രൈവറാണ്, അത് സുകുമാരനാണ്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഫറോക്കിലാണ്. അപ്പോൾ വില്യംസിനോട് ഞാൻ പറഞ്ഞു, വില്യംസെ ഇങ്ങനൊരു കഥ പോൾ വെങ്ങോല പറഞ്ഞിട്ടുണ്ട്, ഒരു മർഡറാണ്. ആ മർഡർ അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസർ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം രാത്രിയും പകലും ഇവിടെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ ഒരു യക്ഷി അതുവഴിയോ പാസ് ചെയ്യുന്ന പുള്ളി കാണും. യഥാർത്ഥത്തിൽ ഈ വേലക്കാരിയുടെ കുതന്ത്രങ്ങളാണ്, അത് വിശ്വസനീയമായി ആക്കണമല്ലോ, അല്ലാതെ യക്ഷിയും ഗന്ധർവ്വെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇഷ്ടപ്പെടുമോ? അങ്ങനെ പോലീസ് ഓഫീസർ കണ്ടുപിടിക്കുന്ന ഒരു കഥയായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോൾ വെങ്ങോലടുത്ത് ഇങ്ങനെ കഥ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വില്യംസിനോട് ആ കഥ പോൾ വെങ്ങോല പറഞ്ഞു. പോൾ വീഴൊക്കെ കേട്ടോണ്ടേ ഭയങ്കര ത്രില്ലിങ്ങായി, അതെടുക്കണം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് ഞങ്ങൾ ഈ പൂതേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഫറോക്കിനടുത്ത് പൂതേരി എന്ന് പറയുന്ന നമ്മുടെ മ്യൂസിയത്തിൽ രഘുകുമാരല്ലേ,
രഘു മമ്മീസ് ഡയറക്ടർ. അന്ന് പുള്ളിക്കാരൻ തബലിസ്റ്റായിട്ട് ഒരു കൊട്ടാരം പോലത്തെ വീടാണ്. അവർ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് പൂതേരി ലീലാമ്മ എന്ന് പറയും. ആ അമ്മയ്ക്ക് അവിടെ ആ കോമ്പൗണ്ടിനകത്തൊരു സായി ബാബയുടെ ഒരു ക്ഷേത്രമുണ്ട് ഈ കോമ്പൗണ്ടിനകത്ത് സ്വന്തമായിട്ട്. അത് അങ്ങനെയാണ് ഞാൻ ഈ വളച്ചൊടിച്ച് പറയുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വില്യംസിൻ്റെ പരിചയക്കാരനാണ് രഘുകുമാർ. ഈ രഘുകുമാറിൻ്റെ വൈഫാണ് നമ്മുടെ പഴയ അഭിനയിച്ച ഭവാനി. അത് അവരാ നടി പിൽക്കാലത്ത് കല്യാണം കഴിച്ചാണ്. അപ്പോൾ അവിടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എത്രയോ ഏക്കറുള്ള സ്ഥലമാണത്. അതിനകത്ത് കുളമുണ്ട്, ഒരു ഭയങ്കര ഒരു തറവാടുണ്ട്, ഒരു കൊട്ടാരം പോലത്തെ വീടാണത്. വലിയ ആനക്കൊമ്പൊക്കെ വെച്ചിട്ടുള്ള പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ. അവിടെ പുള്ളിക്കാരൻ എന്നെ കൊണ്ട് കാണിച്ച് കൊള്ളാം. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് രാവിലെ ഷൂട്ടിങ് ചെയ്യുമ്പോൾ അമ്മ അവിടെ പൂക്കളൊക്കെ വെച്ചിട്ട് ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ട് അമ്മ തൊഴുതിറങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം പുട്ടപർത്തി സായിബാബയുടെ പടം കാണും, ഫുൾ ഫിഗർ. അപ്പോൾ അമ്മ പറയും എനിക്ക് എൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വാമിയുടെ ദർശനം കൊണ്ടാണ്. എനിക്ക് പല പ്രാവശ്യം പുട്ടപർത്തി പോയി സ്വാമിയായിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെയല്ല, അന്ന് സത്യം പറഞ്ഞ മരത്തിന് ചോട്ടിലൊക്കെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഭക്തർക്ക് ദർശനം കൊടുക്കുന്നതും ഉപദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ. ആ കാലത്ത് ഈ രഘുകുമാറിൻ്റെ അമ്മ ലീലാമ്മ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് ഈ ചരിത്ര പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് ഇടയ്ക്കൊക്കെ നോക്കും. പിന്നെ ആ കാലത്ത് തിക്രി സാറ് സായിബാബ സ്വാമിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതൊക്കെ തമാശ ഉള്ളതാണ്. അതൊക്കെ പോയി. പിന്നീട് അതിന് മുമ്പുള്ള സംഭവമാണ് പുട്ടപർത്തി സായിബാബയെക്കുറിച്ച് നമ്മൾ പറയുമ്പം അതിന് മുമ്പ് നമ്മൾ ഷിർദി സായിബാബയെക്കുറിച്ച് ഞാൻ അത് വായിച്ചു. നമ്മൾ അങ്ങോട്ടോട്ട് പോകുമല്ലോ. ഷിർദി സായിബാബയെക്കുറിച്ച് വായിക്കുമ്പം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭിക്ഷാന്തേഹിയായിട്ട് ഒരു മരത്തിന് ചോട്ടിലിരിക്കുന്ന ഒരു ഭിക്ഷയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ചില ഉപദേശങ്ങളിൽ ജനങ്ങളെ സ്വീകരിക്കും. പക്ഷിമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹം അടുത്തടുത്ത വീടുകളിൽ പോയിട്ട് ഭക്ഷണം ശേഖരിച്ചിട്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ അദ്ദേഹം കൊടുക്കും. പിന്നെ നല്ല പ്രവചനങ്ങൾ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വേർതിരിച്ച് കാണാതെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയും നിങ്ങൾ ഖുർആൻ പഠിക്കണം, ഹിന്ദുക്കളടുത്ത് പറയും രാമായണം വായിക്കണം, ഭാഗവതം വായിക്കണം, അങ്ങനെ ഉപദേശങ്ങൾ. ക്രിസ്ത്യാനികളോട് അതിൻ്റേതായ രീതിയിൽ ബൈബിൾ വായിക്കണം. അങ്ങനെ ജാതി മത ഭേദമില്ലാതെ നമ്മുടെ പിൽക്കാലത്ത് ഗുരുസ്വാമി പറഞ്ഞത് തന്നെയാണ്. ഷിർദി സായിബാബ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഷിർദി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന് കാണുന്നത്. ഒരു 16-ാമത്തെ വയസ്സിലാണ് ജനങ്ങൾ കണ്ടു തുടങ്ങിയത്. ഒരു മരച്ചോട്ടിൽ ഒരു ഭിക്ഷാന്തേഹി അങ്ങനെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ആൾക്കാർ ഒരു പറഞ്ഞു തുടങ്ങി. സാധാരണ ഒരു ഭിക്ഷാന്തേഹി അല്ല അദ്ദേഹം എന്ന് പറയുന്നത്, ഒരു അവതാരമാണെന്നൊക്കെയാണ് തോന്നുന്നതൊക്കെ അന്ന് ഞങ്ങൾ പറഞ്ഞു വരുത്തി. അദ്ദേഹം ആരോടും ജാതി മതത്തെക്കുറിച്ചല്ല പറയുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഭിക്ഷയച്ചാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നതൊക്കെ. അങ്ങനെ ഒരു യോഗി വര്യനായിരുന്നു. ചില അദ്ദേഹത്തിന് ഫക്കീർ എന്ന് വിളിക്കുമായിരുന്നു. അതായത് മുസ്ലിങ്ങളിൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഭിക്ഷാന്തേഹി എന്നല്ലേ അർത്ഥം. അതുപോലെ ചില ആൾക്കാർ സന്യാസി വര്യൻ എന്ന് പറയുമായിരുന്നു. ചിലർ പറയുന്ന ഒരു അവധൂതൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു 16-ാമത്തെ വയസ്സിൽ മറ്റാണ് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മുസ്ലിം പള്ളിയുടെ, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പള്ളിയുടെ ഒരു വശത്ത് ഒരു ചായപ്പെല്ലാം കെട്ടി അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയും പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ സൽപ്രവർത്തനമാണ് ചെയ്യുന്നത്. അങ്ങനെ ഷിർദി സായിബാബയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഞാൻ പുസ്തകം വായിച്ച ഓർമ്മയിലായിരുന്നു. അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഷിർദിയുടെ സായിബാബയെക്കുറിച്ച്. ഇപ്പോൾ ലോകത്ത് 11 ഭാഷകളിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിർദി സായിബാബയുടെ അവതാരം വായിച്ച ശേഷമാണ് ഞാൻ സത്യസായി ബാബയെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചത്. അപ്പോഴും അറിയപ്പെടുന്നതാണ് ഈ ഇങ്ങനൊരു കുഗ്രാമത്തിൽ വന്നെന്നും അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പല അത്ഭുതങ്ങൾ കാണിച്ചപ്പം അവിടെ ചില ആൾക്കാർ മന്ത്രവാദികൾ ഈ കൊച്ചു ബാലനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയെല്ലാം മുട്ടയടിച്ചിട്ടേ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് നാരങ്ങ നീര് പിഴിഞ്ഞ്. അപ്പോൾ എന്തോ ആലോചിക്കണം, എന്തുമാത്രം ക്രൂര പീഡനങ്ങളാണ് ഈ ബാലനെ അദ്ദേഹം ആ ആൾക്കാർ ചെയ്തത്. പിന്നെ ഭരണാധികാരികളും ഒരുപാട് ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. എങ്കിലും പുള്ളി പറഞ്ഞു വെച്ചാൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ വന്നവനാണ്, ഞാൻ സത്യസായി ബാബയാണ്. അങ്ങനെ പറയുമ്പോഴാണ് അനുസരിച്ച് ഈ പയ്യൻ എന്തോ ഒരു തലയ്ക്ക് വെളിവില്ല എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികൾ പിൽക്കാലത്ത് ആ ഗ്രാമം കണ്ടു കേട്ടു. ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ആ പട്ടണം ആയതിൻ്റെ കൂട്ടത്തിൽ ജലം കിട്ടാത്ത ദൗർലഭ്യമുള്ള സ്ഥലത്ത് ജലസേചനം കൊണ്ടുവന്നു. ഗ്രാമത്തിൽ ആദിവാസികളുടെ സ്ഥലത്ത് ഏക്കർ കണക്കിന് പുള്ളിക്കാരൻ ജലം എത്തിച്ചു. 1926 നവംബർ 23 അദ്ദേഹത്തിന് ജനനം. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് പെദ്ദ വെങ്കട്ടരാജു എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മ ഈശ്വരി അമ്മ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജനനം. പിൽക്കാലത്ത് അറിയപ്പെടുന്ന ആളാകുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു കാലത്ത് ഈ ജലസേചനം കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ അമ്മ ഈശ്വരി അമ്മ മോനോട് പറഞ്ഞു, മോനോട് സ്വാമി
ഇത്രയും ആൾക്കാർക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ കാണുന്നു, ഒരുപാട് നിർദ്ധനരായ ആൾക്കാർ, പാവപ്പെട്ടവർ, അസുഖം ബാധിച്ച് ദൂര സ്ഥലങ്ങളിൽ പോകുന്നു, കുഞ്ഞുങ്ങളൊക്കെ ശൈശവ മരണം ഒക്കെ ഉണ്ടാവുന്നു, മാറാ രോഗങ്ങൾ വരുന്നു, ചികിത്സിക്കാൻ അവർക്ക് പണമില്ല. അപ്പോൾ സ്വാമി ഒരു കാര്യം ചെയ്യണം, ഇത്രയും നന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടി ഒരു ആശുപത്രി, ഒരു ചെറിയൊരു ആശുപത്രിയെങ്കിലും സ്വാമി നിർമ്മിച്ച് നൽകണം എന്നുള്ള അമ്മയുടെ ഒരു സംഭവം ബാബ സത്യസായി ബാബ കേട്ടിട്ട് അങ്ങനെ ഒരു ആശുപത്രി സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കാനുണ്ടായത്. അപ്പോൾ അമ്മയുടെ ആ അപേക്ഷ, ചില ആഗ്രഹം പുട്ടപർത്തി സായി ബാബയ്ക്ക് പെട്ടെന്ന് മനസ്സ് തോന്നി, ശരിയാണല്ലോ, പാവങ്ങൾക്ക്, നിർദ്ധനരായ ആൾക്കാർക്ക്, പണമില്ലാത്തവർക്ക് അവർക്ക് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ അതിന് അദ്ദേഹം കൈക്കൊണ്ടെന്ന് വെച്ചാൽ 1.25 ലക്ഷം ചതുരശ്ര അടിയിൽ ഒരു ഹോസ്പിറ്റലിന് പ്ലാൻ തയ്യാറാക്കാനായിട്ട് അദ്ദേഹം വിദേശത്തു നിന്ന് എഞ്ചിനീയറെ വരുത്തി വിശാലമായൊരു ഹോസ്പിറ്റലാണ് അന്ന് പുള്ളിക്കാരൻ്റെ വിഭാവനം ചെയ്തത്. 5.5 വർഷം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഈ പുട്ടപർത്തി സായിലുള്ള ഇത്രയും വലിയ ഹോസ്പിറ്റൽ. അവിടെ എല്ലാത്തിനും ചികിത്സയുണ്ട്. ഹൃദയത്തിന് ചികിത്സ, പിന്നെ മറ്റു പല വിധ ചികിത്സകൾക്കുണ്ട്. അവിടെ ഇല്ലാത്തത് കിഡ്നിക്കും ക്യാൻസറിനും മറ്റും അവിടെ ചികിത്സയില്ല. മറ്റ് വിദഗ്ധമായ ചികിത്സ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഹൃദയ ശസ്ത്രക്രിയയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത് ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കിടക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം. അത് നമ്പറുണ്ട്, ഓൺലൈൻ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്, അവരെ ആൾക്കാർ അവിടെ ചെല്ലുമ്പം എവിടെ ചെല്ലുമ്പോഴും പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവൻ ആവശ്യമായിട്ട് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അങ്ങനൊന്നും ചെയ്യേണ്ട. 10 പൈസ ചിലവില്ല. ഗൈഡുകൾക്ക് അനാവശ്യമായിട്ട് പൈസ കൊടുക്കേണ്ട. ബാംഗ്ലൂർ ചെന്നിട്ട് KR നഗറിൽ നിന്ന് നേരെ പോകാനുള്ള ബസ്സുകളുണ്ട്. ആ ബസ്സിന് നമ്പറുകൾ പ്രത്യേകിച്ചുണ്ട്. അതെല്ലാം നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ പരിശോധിച്ചാൽ കിട്ടും. അവിടെ നിന്ന് നേരെ തലേദിവസം ചെന്നിട്ട് പറ്റുമെങ്കിൽ തലേദിവസം നമ്മുടെ രജിസ്റ്ററിന് ശേഷം ഒന്ന് അറിയിക്കുക. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അകത്തേക്ക് വിളിക്കും. വിദഗ്ധന്മാരായ ഡോക്ടേഴ്സ്, എല്ലാത്തരം ഡോക്ടേഴ്സുകളുണ്ട്. ചികിത്സയ്ക്ക് ശേഷം ഒരാൾക്ക് മാത്രമേ കൂടെ രോഗിയുടെ കൂടെ പ്രവേശനമുള്ളൂ. നല്ല ചികിത്സ ലഭ്യമാണ്. അത് ഇന്നും ജനങ്ങൾക്ക് ആ അമ്മയുടെ ആഗ്രഹം പോലെ ഈ മാനവരാശിക്ക് മുഴുവൻ നാനാജാതി മതങ്ങൾക്ക് ജാതി മത ഭേദമന്യേ 10 പൈസ ചിലവില്ലാത്ത നടത്തുന്ന ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് പുട്ടപർത്തി സായിബാബയുടെ മേൽനോട്ടത്തിൽ അദ്ദേഹം പൊതുജനങ്ങൾക്കായിട്ട് ഇന്നും നല്ലതുപോലെ പ്രവർത്തിച്ചു വരുന്നത്. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ, അപ്പോൾ സായിബാബ എന്ന് പറയുന്ന മഹത് വ്യക്തി ഈശ്വരനാണോ, അവതാരമാണോ? ഈ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ എല്ലാം വായി എങ്ങനെ മൂടിക്കെട്ടും? ഇതൊക്കെ നമ്മൾ കാണുന്നത് അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ അവിടെ സത്യത്തിൽ ഈ പത്തനാപുരത്ത് ഞാൻ പോയപ്പോൾ, ഇന്ന് ഈ സായിബാബ ഒരു അവതാരമായിട്ട് വന്നു. ഷിർദി സായിബാബ, സത്യസായി ബാബ, പ്രേം സായി, ഇങ്ങനെ അവതാരങ്ങൾ പോലെ തന്നെ മാതാ അമൃതാനന്ദമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഒന്ന് കാണണം. കരുനാഗപ്പള്ളിക്ക് അപ്പുറത്ത് അത് കാണേണ്ട കാഴ്ചയാണ്. അത് എനിക്കവിടെ ഒന്നുകൂടെ പോകണമെന്നുണ്ട്. പല പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പല സന്ദർഭങ്ങളിൽ പോകാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ മുമ്പൊരിക്കൽ എപ്പിസോഡിൽ ഞാനിങ്ങനെ വേറെ രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. പിന്നെ നമ്മുടെ പാട്ടുകാരൻ, നമ്മുടെ കൃഷ്ണേന്ദ്രനില്ലേ, കൃഷ്ണേന്ദ്രൻ ഒരു ഭയങ്കര സായി ഡിവോട്ടിയാണ്. കാരണം ഒരിക്കൽ പുള്ളിക്കാരൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന് എൻ്റെ ഭാര്യ വനിത എനിക്ക് ലഭിച്ചത് സ്വാമിയുടെ കടാക്ഷം കൊണ്ടാണെന്ന്. അത് പറയാൻ കാരണം, വനിതയുടെ അച്ഛനും അമ്മയും സത്യസായി ബാബ ഭക്തരാണ്, ഭയങ്കര ഭക്തിയാണ്. അങ്ങനെ അന്നെന്തോ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പം 3 മക്കളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ എനിക്ക് അനുഗ്രഹം കൊടുത്തു. ഏതായാലും 4ാമതൊരു കുട്ടി ജനിച്ചപ്പോഴത്തേക്ക് കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഈ വനിത എന്നാണ് കൃഷ്ണനെ പ്രസംഗിച്ചത്. അങ്ങനെ ഭക്തിയോടുകൂടി അമ്മ ബാബയെ കണ്ടു. ബാബ പ്രത്യേകിച്ച് ചികിത്സാ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ മിടുക്കിയായിട്ട് വളർന്നു. പിൽക്കാലത്ത് സായിബാബ അനുഗ്രഹം കൊണ്ട് വനിതയെ അദ്ദേഹം കല്യാണം കഴിച്ചു. ഇന്ന് കൃഷ്ണേന്ദ്രന് എല്ലാ അനുഗ്രഹങ്ങളും കൃഷ്ണേന്ദ്രൻ പ്രസംഗിക്കുന്നത് ബാബയുടെ പ്രസംഗം കൊണ്ടാണ്. ഇന്ന് ബാബ ഇല്ലെങ്കിലും ഞങ്ങളോടൊപ്പം ബാബ ഉണ്ടെന്നാണ് സായികുമാറിൻ്റെ നമ്മുടെ കൃഷ്ണേന്ദ്രൻ്റെ പ്രസംഗം. അങ്ങനെ പല അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഭൂതേരി ലീലാമ്മ അമ്മ രഘുകുമാറുണ്ട്. അദ്ദേഹം അമ്മ പറയുന്നതെല്ലാം നമ്മൾ വാദം കേട്ടുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കും. കാരണം ഇത് വിശ്വസനീയമാണോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പത്തനാപുരത്ത് പോയപ്പം
നമ്മുടെ ഡോക്ടർ സോമരായ സാറും അതിനകത്ത് തന്നെയാണ് അവരുടെ ഒരു കൊച്ചുമുറി, ഒരു അപ്സ്റ്റേറിലോട്ട് പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമുണ്ട്, കുറേ മരങ്ങളും തണലുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിന് ഒരു മുറി, അതിനകത്ത് എല്ലാം ഉണ്ട്, ഒരു കൊച്ചു കിച്ചൺ. പിന്നെ ഉച്ചയ്ക്ക് അവിടെ എല്ലാവർക്കും സമൃദ്ധമായ ആഹാരം. ഞാനും വൈഫും അവിടെ പോയി ആഹാരം കഴിച്ചു. എൻ്റെ വൈഫ് ഇപ്പം നിർമ്മിച്ച ഈ 2 സാധനങ്ങളെ അവിടെ കൊടുത്തു. അത് സന്തോഷമായി. പിന്നെ അന്തേവാസികളോട് ഞങ്ങൾ കൂടുതൽ സമയം വിനിയോഗിച്ചു. ഞങ്ങൾ തിരിച്ചു വരാൻ തോന്നിയില്ല അത്രയധികം. പിന്നെ ഈ പറഞ്ഞ ചന്ദ്രമോഹൻ്റെ സാമീപ്യം, പിന്നെ ഡോക്ടർ സോമരായ സാറിൻ്റെ അനിയൻ്റെ അദ്ദേഹത്തിൻ്റെ രാജനെന്ന വിജയം ഞാൻ മറന്നുപോയി. അപ്പോൾ എന്നിട്ട് ശ്രീദേവി എന്നെ ഇപ്രാവശ്യം ആദ്യം കൊണ്ട് കാണിച്ച ശ്രീദേവി ഇല്ലേ, ശ്രീദേവി എന്നെ ഇപ്പോൾ കൊണ്ടുപോയി കാണിച്ചു. അന്ന് സാർ വന്നപ്പം ഫംഗ്ഷനായില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ അമ്മമാർക്കുള്ള ഈ ഹോസ്പിറ്റൽ. 13 കോടി രൂപ അദ്ദേഹം നൽകി. രണ്ടാമത് സോമരായ സാറ് പറഞ്ഞു ഇപ്പം എന്താ വീണ്ടും ഒരു 15 കോടി രൂപയുടെ യൂസുഫ് അലി സാഹിബ് ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ് അച്ഛന്മാർക്ക്. അതായത് ഒരു സെക്ഷനിൽ സ്ത്രീകൾക്കും ഒരു സെക്ഷനിൽ അച്ഛന്മാർക്കും അവർക്ക് ഇഷ്ടം പോലെ. പിന്നെ ഓരോരുത്തർക്കും അവിടെന്തോ ഓരോ ലക്ഷം രൂപ മാസം പ്രതി കറണ്ട് ബിൽ അടയ്ക്കാനുള്ള പൈസയും യൂസുഫ് അലി സാഹിബ് കൊടുത്തിട്ടാണ് വരുന്നത്. അത്രയ്ക്കും അതാ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് എത്രത്തോളം ആൾക്കാർ കോടികൾ സമ്പാദിക്കുന്നു, ഒരു 10 പൈസ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ അവർ തോന്നുന്നുണ്ടോ? യൂസുഫ് അലി സാഹിബ് പറയുന്നത് ഞാൻ ചെയ്യുന്ന ദാനമൊന്നും അല്ല. കാരണം എത്ര എമൗണ്ട് ഒരു മനുഷ്യന് വന്നാൽ ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണമെന്ന് ഈ മുസ്ലിം നിയമത്തിലുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഇത്ര വരുമാനം വന്നാൽ ഇത്ര സക്കാത്ത് കൊടുക്കണം. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ, ഞാൻ ദാനമായിട്ട് അതൊന്നും ചെയ്യുന്നില്ല എന്നാണ് യൂസുഫ് അലി സാഹിബ് പറയുന്നത്. അതെല്ലാം നമ്മുടെ ഇപ്പോൾ ഇൻകം ടാക്സ്. സാധാരണ ഇത്ര പണം വന്നാൽ ഗവൺമെൻറ് ഇത്ര ടാക്സ് അടയ്ക്കണം. ഇതാണ് സംഭവം. പണ്ട് സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞിരുന്നതാണിത്. ഇത്ര പറ നെല്ല് കിട്ടിയാൽ ഇത്ര പറ നെല്ല് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് പണ്ടേ. അതാണ് നമ്മളിപ്പം അത് ചെയ്യുന്ന മഹാ മനസ്സുള്ളവരുണ്ടല്ലോ അവർക്ക് എപ്പോഴും അദ്ദേഹം യൂസുഫ് അലി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ആരും കൊടുത്തിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരില്ല, ആരും ദരിദ്രരായി പോകുന്നതില്ല. ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആരും ദരിദ്രരാവില്ല, അവർക്ക് സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ. ഇതൊക്കെ നേരിട്ട് പ്രകടമായിട്ട് കണ്ട കാഴ്ചകളാണ് ഞാനിപ്പം പത്തനാപുരത്ത് ഗാന്ധിഗ്രാമിൽ കണ്ടതും. ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സത്യസായി ബാബയെക്കുറിച്ച് പറയാനുള്ള ആഗ്രഹം, പറയാനുള്ള അവസരം കിട്ടി. അതിൽ വളരെ സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് വർത്താനില്ല, പക്ഷേ നല്ലത് ചെയ്യുന്ന മഹാമനുഷ്യർ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടും മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നമ്മൾ അറിയപ്പെടുന്ന സത്യം പറഞ്ഞാൽ ദൈവമാണ് അല്ലേ? അല്ല. എന്നാൽ അദ്ദേഹം മനുഷ്യന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഒരു ഫക്കീർ അല്ലേ, ഒരു ഭിക്ഷാന്തേഹി. എന്തെല്ലാമാണ് വിനോബ ഭാവെ ഇല്ലേ, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ദാനം ചെയ്ത ആന്ധ്രയിലുള്ള. അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ സതിയെ നരബലി നിർത്തലാക്കിയ രാജാറാം മോഹൻ റായ്, ഇങ്ങനെ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അത് ഓരോരോ യുഗങ്ങളിൽ സംഭവാമി യുഗേ ഓരോ മനുഷ്യര് ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള ചില വ്യക്തികളെയാണ് നമ്മളിപ്പോൾ കാണുന്നതും ഇനി കാണാൻ പോകുന്നതും. ഇനിയും നല്ല നല്ല മനുഷ്യർക്ക് സോമരായ സാറിനെ പോലെ അല്ലെങ്കിൽ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന മറ്റ് അനവധി ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ സംഭാഷണം സായിബാബയുടെ സ്മൃതിയുണ്ട് ഞാൻ ധന്യമായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ആ ആശുപത്രിയിൽ 10 പൈസ ചിലവാകാതെ എന്ത് വലിയ ശസ്ത്രക്രിയയും ചെയ്യാവുന്ന ഒരു വലിയൊരു സ്ഥാപനമാണെന്നുകൂടി പറയിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.